ഡൽഹിയുടെ തിരക്കേറിയ തെരുവിലൂടെ ഓരോ പ്രഭാതത്തിലും രാജ് എന്ന സ്കൂൾ ഡ്രൈവർ തൻ്റെ പതിവ് യാത്ര തുടർന്നു. വർഷങ്ങളായി ഈ ജോലി ചെയ്യുന്ന രാജിന് ഓരോ കുട്ടിയുടെയും മുഖഭാവം ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു. ചിരിയും കളിയുമില്ലാത്ത ഒരു ദിവസം പോലും ആ ബസ്സിലുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജിൻ്റെ ശ്രദ്ധ ഒരു പെൺകുട്ടിയിൽ ഉടക്കിയിരുന്നു. ആലിയ, 4ാം ക്ലാസ്സുകാരി. രാജ് ഏകദേശം 40 വയസ്സ് വരുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഒരു കാലത്ത് ഡൽഹിയിലെ തിരക്കേറിയ വർക്ക്ഷോപ്പിലെ ഒരു മിടുക്കനായ മെക്കാനിക് ആയിരുന്നു. എന്നാൽ ഒരു വാഹനാപകടത്തിൽ തൻ്റെ ഭാര്യയെയും ആകെയുള്ള ഒരു മകളെയും നഷ്ടപ്പെട്ടപ്പോൾ രാജിൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അയാൾ മെക്കാനിക് ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ സ്കൂൾ ഡ്രൈവറായി ജോലി ചെയ്യുന്നത്. സ്കൂൾ കുട്ടികളുടെ നിഷ്കളങ്കമായ ചിരിയും കളിയും അയാളുടെ മുറിവേറ്റ മനസ്സിനൊരാശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ആലിയെ അയാൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ആ കുട്ടിനോടൊരു പ്രത്യേക വാത്സല്യം തോന്നിയത്. ഒരു ബസ് ഡ്രൈവറുടെ ജോലി ആ കുട്ടികളെ സുരക്ഷിതമാക്കുക എന്നുള്ളതല്ലാണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. എന്നാൽ ആലിയുടെ കണ്ണിലുണ്ടായിരുന്ന ഭയം അയാൾക്ക് അവഗണിക്കാൻ കഴിഞ്ഞില്ല. എന്തിന് ഞാനിതിൽ ഇടപെടണം എന്ന ചിന്തകൾക്ക് മുന്നിൽ ഒരു പിതാവിൻ്റെ വാത്സല്യം അയാളെ നയിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു മിടുക്കി. അവളുടെ കണ്ണുകളിൽ ഒരു തരം ഭയവും ഒറ്റപ്പെടലും ഉണ്ടായിരുന്നു. സ്കൂളിൽ അവൾ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടി. അധ്യാപകരോട് സംസാരിക്കാൻ അവൾ ഭയപ്പെട്ടിരുന്നു. എപ്പോഴും പേടിച്ചതുപോലെ കാണപ്പെട്ടു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പഠനത്തിൽ അവൾ പിന്നോട്ടു പോയി. ഇടയ്ക്കിടെ അവൾ ബാത്റൂമിൽ പോയിരുന്നു. പലപ്പോഴും ഛർദ്ദിക്കാനായിരുന്നു അത്. എന്തോ ഒരു ഭീകരമായ രഹസ്യം അവളെ തളർത്തി. അവളുടെ അമ്മയോടും മുത്തശ്ശിയോടും അവൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ അവളുടെ 2ാം അച്ഛനോട് അവൾക്ക് ദേഷ്യവും വെറുപ്പുമായിരുന്നു. വിനോദ് പുറത്ത് നല്ല മനുഷ്യനായി അഭിനയിക്കുന്നൊരു ക്രൂരൻ. കടയിൽ വരുന്നവരോടും അയൽക്കാരോടും അയാൾക്ക് നല്ല സ്വഭാവമായിരുന്നു. ഇതായിരുന്നു പുറം ലോകം കണ്ട വിനോദ്. എന്നാൽ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ അയാളൊരു ഭീകരനായിരുന്നു. നിന്റെ അമ്മയെ ഞാൻ കൊല്ലും, നിന്റെ ഭാവി നശിപ്പിക്കും. ഈ രഹസ്യം പുറത്തു പറഞ്ഞാൽ ആരും നിന്നെ വിശ്വസിക്കില്ല. ഇതൊക്കെ പറഞ്ഞ് അയാൾ ആ കുഞ്ഞുകുട്ടിയെ ഭീഷണിപ്പെടുത്തി. അവളുടെ അമ്മയിൽ നിന്ന് ഈ ക്രൂരത മറച്ചുവെക്കാൻ അയാൾക്ക് കഴിഞ്ഞു. രാജിൻ്റെ സാധാരണ ഒരു ദിവസമായിരുന്നു അത്. ഡൽഹിയുടെ തിരക്കേറിയ റോഡിലൂടെ ബസ് നീങ്ങുമ്പോൾ കുട്ടികളുടെ കളിയും ചിരിയും ആ ബസ്സിൽ നിറഞ്ഞു. എന്നാൽ ബസ്സിൻ്റെ പിൻസീറ്റിലിരുന്ന ആലിയയുടെ മുഖത്ത് ഒരു വിഷമം കണ്ടു. അവൾ പതിയെ കരയുന്നത് രാജ് ശ്രദ്ധിച്ചു. ആദ്യം അതൊരു സാധാരണ കുട്ടിക്കരച്ചിലാണെന്ന് കരുതി. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അതിനൊരു മാറ്റമുണ്ടായില്ല. അവൾ ഒറ്റയ്ക്കിരുന്നു തേങ്ങി കരയുന്നത് രാജിൻ്റെ മനസ്സിൽ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കി. ഒരു ദിവസം ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആലിയുടെ ബാഗിൽ നിന്ന് എന്തോ ഒന്ന് താഴെ വീണു. രാജ് അത് ശ്രദ്ധിച്ചില്ല. പിന്നീട് ബസ് വൃത്തിയാക്കുമ്പോൾ സീറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ ഗുളിക കവർ അയാൾക്ക് കിട്ടി. ഗർഭം നിരോധിക്കാനുള്ള ഗുളികകളായിരുന്നു അവ. രാജ് ഞെട്ടിപ്പോയി. എങ്ങനെ ഒരു കൊച്ചുകുട്ടിക്കത് സാധിച്ചു എന്ന ചിന്ത അയാളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. കവറിൻ്റെ പിന്നിലുള്ള വിവരങ്ങൾ അയാൾ ശ്രദ്ധയോടെ വായിച്ചു. അടുത്ത ദിവസങ്ങളിൽ രാജ് ആലിയെ കൂടുതൽ ശ്രദ്ധിച്ചു. അവൾ സ്കൂളിൽ നിന്ന് അസുഖമുള്ളതായി അഭിനയിച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചു. ഒരു ദിവസം അവളുടെ 2ാം അച്ഛനായ വിനോദ് സ്കൂളിലേക്ക് വന്ന് ആലിയനോട് സംസാരിക്കുന്നത് രാജ് കണ്ടു. അയാളുടെ സംസാരത്തിൽ ഒരു തരം ഭീഷണി രാജിന് തോന്നി. അധ്യാപകരിൽ നിന്നോ മറ്റു കുട്ടികളിൽ നിന്നോ സൂചനകൾ ലഭിക്കാൻ രാജ് ശ്രമിച്ചു. അവളിപ്പോൾ അധികം സംസാരിക്കാറില്ല എന്ന് ഒരു അധ്യാപിക പറഞ്ഞത് രാജിൻ്റെ സംശയങ്ങൾ കൂട്ടി. രാജ് ഉടൻ തന്നെ പ്രിൻസിപ്പലിനെ കാണാൻ തീരുമാനിച്ചു. ഗുളിക കവർ അദ്ദേഹത്തെ കാണിച്ചു. എന്നാൽ പ്രിൻസിപ്പലിൻ്റെ തിരക്ക് കാരണം അയാൾ അത് ശ്രദ്ധിക്കാതെ പോയി. അത് രാജിൽ വിഷമമുണ്ടാക്കി. ഇതൊക്കെ കുട്ടികളുടെ തമാശയായിരിക്കും രാജ്, നിങ്ങളെന്തിനാ ഇതൊക്കെ ഗൗരവത്തിലെടുക്കുന്നത് എന്ന് പ്രിൻസിപ്പലിൻ്റെ വാക്കുകൾ രാജിനെ വിഷമിപ്പിച്ചു. രാജ് സ്വന്തമായി അന്വേഷിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം സ്കൂൾ വിട്ടപ്പോൾ രാജ് ആലിയയെ പിന്തുടർന്നു. ഡൽഹിയിലെ തിരക്കേറിയ തെരുവിലൂടെ ആളുകൾക്കിടയിലൂടെ അയാൾ അവളെ പിന്തുടർന്നു. അവൾക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ അവൾ കയറിപ്പോവുമ്പോൾ രാജ് അവൻ്റെ ബസ് അതിൻ്റെ പിന്നാലെ വിട്ടു. ആലിയ തിരിഞ്ഞു നോക്കിയപ്പോൾ രാജ് വേഗം ഒളിച്ചു. ആലിയ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൻ്റെ മുന്നിൽ ഇറങ്ങി. അവൾക്ക് വയറുവേദന വരുന്നതും ഛർദ്ദിക്കുന്നതും രാജ് കണ്ടു. അത് ഗർഭകാലത്തിൻ്റെ ലക്ഷണമായിരിക്കാം എന്ന് അയാൾക്ക് തോന്നി.
രാജിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അതൊരു പഴയ കെട്ടിടമായിരുന്നു. ആരും ശ്രദ്ധിക്കാത്ത കെട്ടിടം. ജനാലകൾ പൊട്ടിയതും ആ പരിസരത്ത് ആരുമില്ലാത്തത് ആ കെട്ടിടത്തിൻ്റെ ഭീകരത കൂട്ടി. രാജ് ഒളിഞ്ഞിരുന്ന് അകത്തേക്ക് നോക്കാൻ ശ്രമിച്ചു. അകത്തുനിന്ന് ആലിയുടെ കരച്ചിലും ഒരു പുരുഷന്റെ ഒച്ചയും കേട്ടു. അത് വിനോദിന്റെ ശബ്ദമാണെന്ന് രാജിന് മനസ്സിലായി. രാജ് ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. പോലീസ് ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പാണോ? നിങ്ങൾക്ക് അവളെ അറിയോ? ഇതൊക്കെ കേട്ടപ്പോൾ രാജിന് ദേഷ്യം വന്നു. അവർ അയാളെ സംശയിക്കുകയായിരുന്നു. അയാൾ അടിയന്തര സാഹചര്യം വിശദീകരിച്ചു. ആലയുടെ അവസ്ഥയെക്കുറിച്ചും കെട്ടിടത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെക്കുറിച്ചും അയാൾ പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി. രാജ് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് രാജിനെയും കൂടെ കൂട്ടി കെട്ടിടത്തിൻ്റെ വാതിൽ തകർക്കാൻ ശ്രമിച്ചു. അകത്തു നിന്നും ആലയുടെ നിലവിളി കൂടുതൽ ഒച്ചത്തിലായി. പോലീസ് അകത്തു കയറി. ആയുധങ്ങളായി അവർ മുന്നോട്ട് നീങ്ങി. വിനോദ് ആലിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പോലീസ് വരുന്നത് കണ്ടപ്പോൾ അയാൾ രാജിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പോലീസ് വിനോദിനെ കീഴ്പ്പെടുത്തി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആലിയെ ചോദ്യം ചെയ്തു. ഭയത്തോടെ ആണെങ്കിലും അവൾ നടന്ന സത്യം വെളിപ്പെടുത്തി. വിനോദ് അവളെ ഭീഷണിപ്പെടുത്തിയതും അമ്മയിൽ നിന്ന് മറച്ചു വെച്ചതും അവൾ പറഞ്ഞു. ആലിയയുടെ അമ്മയും മുത്തശ്ശിയും പോലീസ് സ്റ്റേഷനിൽ എത്തി. മകൾക്ക് സംഭവിച്ചതറിഞ്ഞപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. അവർക്ക് ദേഷ്യവും വിഷമവും എല്ലാതും വന്നു. മുത്തശ്ശി വിനോദിനെ ശപിച്ചു. അപ്രതീക്ഷിതമായി ആലിയയുടെ അമ്മയ്ക്ക് വയറുവേദന തുടങ്ങി. മാസം തികയാത്ത പ്രസവവേദനയായിരുന്നു അത്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു ദുരന്തത്തിനിടയിൽ ഒരു പുതിയ ജീവൻ പിറന്നു. ആശുപത്രിയിൽ വെച്ച് അവർ ആര്യക്കും ഗർഭമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. എല്ലാവരുടെയും മുഖത്തെ ഭാവമാറ്റം രാജിന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അവളുടെ അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. മുത്തശ്ശി ദേഷ്യത്തിൽ വിറച്ചു. അമ്മയ്ക്ക് മാസം തികയാതെ ഒരു പെൺകുഞ്ഞ് പിറന്നു. കുഞ്ഞിനെ കണ്ട ശേഷം അമ്മയ്ക്ക് വാത്സല്യം തോന്നി. ഒരു ദുരന്തത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന വെളിച്ചമായിരുന്നു അത്. എന്നാൽ തൻ്റെ മകൾക്ക് സംഭവിച്ചത് ആലോചിച്ച് അവർക്ക് ദേഷ്യമായിരുന്നു. ആലിയ രാജിൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ നന്ദി നിറഞ്ഞു നിന്നു. നന്ദി അങ്കിൾ, അവൾ പതിയെ പറഞ്ഞു. രാജിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കേസിൻ്റെ വിചാരണ നടന്നു. വിനോദിന് കഠിനമായ ശിക്ഷ ലഭിച്ചു. രാജിൻ്റെ ജീവിതത്തിൽ ഈ സംഭവം വലിയ മാറ്റങ്ങൾ വരുത്തി. അയാൾ ഒരു ഹീറോ ആയി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ ആലിയയുടെ മുഖം അയാളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല.